നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. സ്വന്തം ജീവൻ ബലിയായി നൽകുന്ന ഇടയൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഒരു പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയത് കണ്ട ആളുകൾ യേശുവിനെ അനുഗമിക്കാൻ തയ്യാറായി. ഇതിൽ രോഷാകുലരായ യഹൂദപ്രമാണികൾ, പ്രത്യേകിച്ച് പരീശന്മാരും ശാസ്ത്രിമാരുമൊക്കെ യേശുവിനെ വിസ്തരിക്കുവാൻ, യേശു ഒരു കള്ളപ്രവാചകനാണെന്ന് ജനമധ്യേ വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് യേശു പറയുകയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു. അതായത് യേശു ഇതിനോടകം പല അവകാശവാദങ്ങളും ചെയ്തു. ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്, ഞാൻ വാതിലാണ്, ഞാൻ മശിഹയാണ്. ഇങ്ങനെയുള്ള പല അവകാശവാദങ്ങളും യേശു ചെയ്തു. ഇപ്പോൾ യേശു പറയുകയാണ്, ഞാൻ നല്ല ഇടയനാകും. വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് സങ്കീർത്തന പുസ്തകങ്ങളിലൊക്കെ യഹോവയെക്കുറിച്ച്, അതായത് ബൈബിളിലെ പഴയ നിയമവും ദൈവമെന്ന് വിശേഷിപ്പിക്കുന്ന യഹോവയെക്കുറിച്ച്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനടുത്തേക്കെന്ന് നടത്തുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമനിമിത്തം നീതിപാതകളിൽ നടത്തുന്നു, ഞാൻ ഒരു അർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നു, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് തുടങ്ങി ആ നല്ല ഇടയനെക്കുറിച്ച്, അതായത് യഹൂദന്മാരെ നല്ല രീതിയിൽ വഴി നടത്തുന്ന, അവസാനം അവർക്ക് ദൈവരാജ്യം നൽകുന്ന ആ ഇടയനായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതവർക്ക് പരിചയമുണ്ട്. പക്ഷേ യേശു ഇവിടെ പറയുകയാണ്, ഞാനാണ് ആ നല്ല ഇടയൻ. ഞാൻ ആ നല്ല ഇടയനാണ് എന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ മരണത്തിലൂടെ മനസ്സിലാവും. ഞാൻ ഇടയനാണെങ്കിലും ഞാനൊരു കുഞ്ഞാടിനെ പോലെ ബലിയായിത്തീരും എന്നാണ് യേശു പറയുന്നത്. യേശു പറയുകയാണ്, എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവരൊക്കെ കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. അവർ മോഷ്ടിക്കാനും മുടിപ്പാനും അറുക്കാനുമാണ് വന്നത്. അത് കള്ളപ്രവാചകന്മാരെ കുറിച്ചും യഹൂദന്മാരുടെ മധ്യേ ഇതിനു മുമ്പ് വന്നിട്ടുള്ള കള്ളപ്രവാചകന്മാരെ കുറിച്ചും, ഒപ്പം ഇപ്പോൾ അവരുടെ നേതാക്കന്മാരായി അഭിനയിക്കുന്ന പരീശന്മാരെക്കുറിച്ചും ശാസ്ത്രിമാരെക്കുറിച്ചും ഒക്കെയാണ് യേശു പറഞ്ഞത്. അവർ വെറും കൂലിക്കാരാണ്, ചെന്നായെ കണ്ട് ഓടുന്ന ആളുകളാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്നുള്ളത്, ആവശ്യമെന്നുള്ളത് ആത്മരക്ഷയാണ്. അതായത് അവർ പിശാചിൻ്റെ അടിമത്വത്തിലാണ്, അവിടെ നിന്നുള്ള വിടുതലാണ് വേണ്ടത്. യഹൂദന്മാർക്ക് ന്യായപ്രമാണമൊക്കെ ഉണ്ട്. പ്രമാണങ്ങൾ മോശ നിമിത്തം അവർക്ക് സീനായി മല മുതൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും അതനുസരിക്കാനുള്ള ആ ഒരു പ്രാപ്തി അവർക്കില്ല. അവർ പിശാചിൻ്റെ അല്ലെങ്കിൽ ജഡത്തിൻ്റെ പാപത്തിൻ്റെ ഒക്കെ അടിമകളാണ്. അതിൽ നിന്നൊരു വിടുതലാണ് അവർക്ക് വേണ്ടത്. അവരുടെ ഘടനയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണം. ദൈവത്തിനെ അനുസരിക്കാനുള്ള ഒരു ശക്തി അവർക്കുണ്ടാകണം. അതിനാണ് യേശു വന്നത്. അതിനാണ് മനുഷ്യൻ്റെ നരകശിക്ഷയേറ്റ് താൻ ബലിയാകാൻ പോകുന്നത്. അതാണ് യേശു പറഞ്ഞത്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവരൊക്കെ കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. അവർ
ആടുകളെ തിന്നാൻ, മോഷ്ടിപ്പാനും അറുക്കാനും മുടിപ്പാനുമാണ് അവർ വന്നത്. തനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ മധ്യയുള്ള സകല കള്ളപ്രവാചകന്മാരെ കുറിച്ചും ഇന്ന് അവരുടെ നേതാക്കളായിട്ട് പ്രവർത്തിക്കുന്ന പരീശന്മാരെ കുറിച്ച്, ശാസ്ത്രിമാരെ കുറിച്ചുമൊക്കെയാണ് യേശു പറഞ്ഞത്. അവര് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നത്തിന്, പാപപ്രശ്നത്തിന് പരിഹാരം വരുത്താൻ കഴിയുന്നവരല്ല. അവർക്ക് യഹൂദന്മാരുടെ ദശാംശവും അല്ലെങ്കിൽ യഹൂദന്മാരുടെ നന്മയുമാണ് വേണ്ടത്. അവരുടെ സുഖലോലുപതയാണ് അവർ ലക്ഷ്യമാക്കുന്ന, അല്ലാതെ യഹൂദന്മാരുടെ അല്ല. എന്നാൽ ഞാൻ അങ്ങനെയല്ല. ഞാൻ അവരെ സഹായിക്കുന്നു, അവരുടെ രോഗങ്ങൾക്ക് സൗഖ്യം വരുത്തുന്നു, അവർക്ക് നല്ല ഉപദേശം നൽകുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ പാരമ്യത്തിൽ ഞാൻ അവരുടെ നരകശിക്ഷയേറ്റ് മരിക്കും. ഞാൻ അവർക്കായിട്ട് എൻ്റെ ജീവനെ അർപ്പിക്കും. നല്ല ഇടയനാണ് ഞാനെന്ന് തെളിയിക്കും എന്നാണ് യേശു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ജീവൻ്റെ അപ്പമാണ്, നിങ്ങൾക്ക് ആത്മീക തൃപ്തി ഉണ്ടാകാൻ വന്നവനാണ് എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ മരണത്തെയാണ്, കാൽവരിലെ കുരിശിൽ താൻ മനുഷ്യന് വേണ്ടി, മനുഷ്യൻ്റെ ആത്മീക തൃപ്തിക്ക് വേണ്ടി ജീവൻ്റെ അപ്പമായി പാകപ്പെടുന്ന കാര്യമാണ് യേശു ഉദ്ദേശിച്ചത്. സ്വർഗത്തിൽ നിന്ന് ദൈവം ഇസ്രായേലിന് മന്ന നൽകി. അവരതിനാലാണ് 40 വർഷം ജീവിച്ചത്. എന്നാൽ നിത്യമായി ജീവിക്കാൻ സ്വർഗത്തിൽ നിന്ന് പിതാവ് അയച്ച ജീവൻ്റെ അപ്പമാണ് ഞാൻ. നിങ്ങൾ എന്നെ തിന്നണമെന്ന് പറഞ്ഞാൽ എൻ്റെ മരണത്തെ നിങ്ങൾ അംഗീകരിക്കണം എന്നാണ്. ഇവിടെ യേശു പറയുകയാണ്, ബൈബിളിൽ പറയുന്ന നല്ല ഇടയനായ യഹോവ ഞാനാണ്. യഹോവ മനുഷ്യനായതാണ് ഞാൻ. മനുഷ്യനെ രക്ഷിക്കാൻ, മനുഷ്യൻ്റെ ഘടനയ്ക്ക് മാറ്റം വരുത്താൻ, മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ, മനുഷ്യനെ നല്ലവനാക്കാൻ ഞാൻ യാഗമാകും, ബലിയാകും. അതാണ് യേശു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, യഹൂദന്മാരുടെ ഉപദേഷ്ടാക്കൾ യഹൂദന്മാരെ കൊണ്ട് ഉപജീവിക്കുകയായിരുന്നു. ലോകത്തിലെ മത നേതാക്കളൊക്കെ സത്യത്തിൽ അതാണ് ചെയ്യുന്നത്. അവർ ഈ മനുഷ്യരെ ചൂഷണം ചെയ്ത്, മനുഷ്യൻ്റെ ബലഹീനതയെ ഒക്കെ ചൂഷണം ചെയ്ത് സുഖലോലുപരായി ജീവിക്കുകയാണ്. എന്നാൽ യേശു മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യനായി വന്ന ദൈവമാണ്. തൻ്റെ മരണത്തിലൂടെ നിങ്ങൾക്കത് മനസ്സിലാകും എന്നാണ് യേശു പറഞ്ഞത്. നമ്മുടെ കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് നല്ല ഇടയനായി ജീവിക്കുന്നു. ആ യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾക്ക് ഇടയൻ്റെ എല്ലാ സംരക്ഷണവും അനുഗ്രഹവും അവസാനം ദൈവരാജ്യവും ഉണ്ടാകും. ദൈവം ഏവരെയും അതിനായിട്ട് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.